നമസ്കാരം. ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഭഗവത്ഗീതയെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീത എന്ന ഈ മഹാകൃതിയെക്കുറിച്ച് മനുഷ്യരുടെ ഇടയിൽ പലതരത്തിലുള്ള ചിന്തകളുണ്ട്, പലതരത്തിലുള്ള ധാരണകളുണ്ട്. പലരും പലതരത്തിലാണ് ഈ മഹാകൃതിയെ വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. ചിലർ പറയുന്നു ഇത് ഒരു മതകൃതിയാണ്, മതഗ്രന്ഥമാണ്. ചിലർ പറയുന്നു ഇത് വേദാന്ത ശാസ്ത്രമാണ്. ചിലർ പറയുന്നു ഇത് ഈ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ആരോ എഴുതി വച്ചതാണ്. അതേപോലെ തന്നെ ചിലർ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇത് ജാതി വർണ്ണങ്ങളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി, അതിനെ ബലപ്പെടുത്താൻ വേണ്ടി പണ്ടാരോ എഴുതി വച്ചതാണ്. പിന്നെ സ്ത്രീയെയും ശൂദ്രനെയും വൈശ്യനെയും ഒക്കെ പാപയോനിയുടെ സന്തതികളാണ് എന്ന് പറയുന്ന ഒരു കൃതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ധാരാളം അഭിപ്രായങ്ങൾ ഭഗവത്ഗീതയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, ഭഗവത്ഗീതയെക്കുറിച്ച് തന്നെ ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നാം ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീത എന്താണ് എന്നുള്ളത് നാം സ്വയം പഠിച്ച് നാം സ്വയം വിലയിരുത്തണം. മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ നാം കേൾക്കരുത്. ഭഗവത്ഗീതയുടെ പുറത്തുള്ളതും അകത്തുള്ളതുമായ ഒരുപാട് കാര്യങ്ങൾ ലോകത്തെമ്പാടും പലതരത്തിലുള്ള ആളുകൾ, വലിയ വിജ്ഞാനികളായവരും അതിൽ താഴെയുള്ളവരുമൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഭഗവത്ഗീതയെക്കുറിച്ച് ഒരുപാട് ചർച്ച ലോകമെമ്പാടും ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഭഗവത്ഗീത എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നാം പഠിക്കണം. മറ്റുള്ളവർ പറയുന്നതെല്ലാം ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളാണ്. ഭഗവത്ഗീത ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ തരത്തിലാണ് ചിന്തിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്, വിലയിരുത്തപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ അവരവർ തന്നെ പഠിക്കണം. അപ്പോൾ ചിലർ ചോദിക്കും, നമുക്ക് പഠിക്കാനുള്ള കഴിവില്ല. കഴിവൊക്കെ ഉണ്ടാവും. ഭഗവത്ഗീത പഠിച്ചു തുടങ്ങിയാൽ, അതിനെ ആഴത്തിൽ നമുക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ, ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഭഗവത്ഗീത നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഭഗവത്ഗീതയെ നമ്മൾ എന്ത് പറയുന്നോ, ആൾക്കാർ എന്ത് പറയുന്നോ അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മഹാവ്യക്തികൾ പറഞ്ഞതെന്നോ സാധാരണക്കാർ പറഞ്ഞതെന്നോ ഉള്ള തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും നമ്മൾ ഭഗവത്ഗീതയെ കുറിച്ച് കാണേണ്ടതില്ല. ഭഗവത്ഗീതയെ ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത്, ഇത് മനുഷ്യരാശിക്ക് വേണ്ടി പണ്ടാരോ എഴുതി വച്ചതാണ്. വ്യാസമഹർഷി എന്നൊക്കെ പറയുന്നു. ചിലർ പറയുന്നത് വ്യാസമഹർഷിയല്ല, ചിലർ പറയുന്നു ഇത് മഹാഭാരതം കഥയൊക്കെ ആളുകളുടെ സങ്കല്പ സൃഷ്ടികളാണ് എന്നൊക്കെ പറയുന്നു. ഒരു പക്ഷേ ശരിയായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിരിക്കാം. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട. എന്തായാലും ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ മഹാകൃതി മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായതാണ്. മനുഷ്യരാശിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഭഗവത്ഗീതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഭഗവത്ഗീത തുടങ്ങുന്നപ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ ദുഃഖത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അർജുന വിഷാദ യോഗം എന്ന ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. ഈ അർജുനൻ എന്ന് പറയുന്ന ആള് ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണയിൽ ഉയർന്ന ഒരു ആവറേജ് മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. അദ്ദേഹം ആയുധാഭ്യാസിയാണ്, യുദ്ധവിദഗ്ധനാണ്, പഞ്ചപാണ്ഡവന്മാരിൽ മധ്യപാണ്ഡവനാണ്, വളരെയേറെ നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിനുണ്ടായ ദുഃഖത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് നമ്മൾ തന്നെയാണ് ആ പ്രതീകമായിട്ട് അർജുനനിലൂടെ ഈ ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്നത്. അത് നമുക്കുണ്ടാകുന്ന ദുഃഖം തന്നെയാണ്. ഭഗവത്ഗീതയിൽ യുദ്ധത്തിൽ സന്നിഹിതനായ അർജുനനുണ്ടായ ആ വൈഷമ്യം, ദുഃഖം, വിഷാദം, മാനസിക വൈകലഭ്യം, അദ്ദേഹത്തിനുണ്ടായ ഈ അസുഖകരമായ ആ കാര്യങ്ങളെല്ലാം
നമുക്കെല്ലാം ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നത് തന്നെയാണ്. നമ്മൾ തന്നെയാണ് അവിടെ അർജുനനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളെ തന്നെയാണ്, നമ്മളെ ഓരോരുത്തരെയുമാണ് അർജുനനായിട്ട് ഈ ഗ്രന്ഥകർത്താവ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അർജുനനുണ്ടായ ഈ വിഷമം മനുഷ്യരാശിയുടെ ആകെ വിഷമമാണ്. മനുഷ്യരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദുഃഖപര്യവസാനി, അതായത് ശോകമാണ് മനുഷ്യൻ്റെ ശരിയായ രീതി. അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന പ്രധാന കാരണം സന്തോഷമല്ല. സന്തോഷത്തിനേക്കാൾ നമ്മളെ ജീവിതത്തിൽ ബാധിക്കുന്നത് ദുഃഖമാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഈ ദുഃഖം ആദ്യം അവതരിപ്പിച്ചുകൊണ്ട് ഭഗവത്ഗീതകാരൻ നമ്മളെ ഈ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ദുഃഖം മാറ്റാൻ എന്ത് മാർഗം? നമുക്കുണ്ടാകുന്ന ദുഃഖം എങ്ങനെ നമ്മൾ മാറ്റാം? നമുക്കതിന് വഴി കാണിച്ചു തരുന്നത് ഭഗവാനാണ്, നമ്മുടെ സൃഷ്ടികർത്താവ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെയുള്ള ആ ഭഗവാനാണ് നമുക്ക് അതിനുള്ള വഴി കാണിച്ചു തരുന്നത്. അർജുനനും അത് തന്നെയാണ് സംഭവിച്ചത്. അർജുനൻ്റെ കൂടെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ. നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല, അർജുനന് അന്ന് കാണാൻ പറ്റിയിരുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യരൂപത്തിൽ അർജുനന് ഭഗവാനെ കാണാൻ പറ്റി. നമുക്ക് മനുഷ്യരൂപത്തിലൊന്നും ഭഗവാനെ കാണാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലും പുറത്തുമൊക്കെ ഭഗവാനുണ്ട്. നമുക്ക് കാണണമെന്ന് വിചാരിച്ച് നമ്മൾ ശ്രമിച്ചാൽ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഭഗവാൻ അർജുനൻ്റെ ദുഃഖത്തിനെ മാറ്റി. അദ്ദേഹത്തിന് അല്പം പ്രയാസപ്പെടേണ്ടി വന്നു. ഈ ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങൾ അങ്ങനെ ഉണ്ടായതാണ്. അത് ഈ സാഖ്യയോഗം തൊട്ടിങ്ങോട്ടുള്ള 2-ാം അധ്യായം തൊട്ട് 18-ാം അധ്യായം വരെ ഭഗവാൻ അർജുനനെ പഠിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭഗവാൻ ഈ അർജുനന് ഈ അവസ്ഥ ഉണ്ടായതിന് കാരണം എന്താണ്? ഈ ദുഃഖം ഉണ്ടായത് യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും മറ്റും കൊല്ലണമെന്നൊക്കെ ഉള്ള വിഷമം തോന്നിയപ്പോഴാണ് അദ്ദേഹത്തിന് ശരീരമൊക്കെ വിറച്ച് മുഖം വലിഞ്ഞു മുറുകി ശരീരം ചൂട് കൊണ്ട് വിയർത്ത് ഒക്കെ ആയെന്നൊക്കെ പറയുന്നു. അതേ അവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതൊരു രോഗമാണ്. ഞാൻ ഇത് മനസ്സിലാക്കിയെടുത്തോളം, ഭഗവത്ഗീത പഠിച്ചെടുത്തോളം, അർജുനന് സംഭവിച്ചത് അതൊരു രോഗമാണ്. ആ രോഗത്തിനുള്ള മരുന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത്. അതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഈ 18 അധ്യായത്തിലൂടെ അർജുനനുണ്ടായ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഉണ്ടായ യഥാർത്ഥ രോഗം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന രോഗമാണ്. നമ്മുടെ ജീവിതം സുഖമോ ദുഃഖമോ ഒക്കെ ആകുന്നതിന് കാരണം നമ്മുടെ പ്രവൃത്തി തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളല്ല. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നമ്മളെ പ്രവൃത്തികളെ ബാധിക്കും എങ്കിലും പ്രധാനമായിട്ടും നമ്മുടെ ജീവിതം ദുഃഖപൂർണമോ സന്തോഷപൂർണമോ ആകുന്നതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അത് നമ്മൾ സമാധാനപരമായിട്ട് സാവകാശം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഭഗവത്ഗീത അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇവിടെ അർജുനനുണ്ടായ ഈ രോഗം എന്ന് പറയുന്നത് അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ അറിവില്ലായ്മ മൂലമുണ്ടായ രോഗമാണ് അർജുനനെ ബാധിച്ചത്. നമുക്കും എല്ലാം ബാധിക്കുന്നത് ഈ അറിവില്ലായ്മ കൊണ്ടുള്ള രോഗമാണ്. അദ്ദേഹത്തിന് ആദ്യം തോന്നിയത് വിഷമവും ദുഃഖവും സങ്കടവും മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള വികാരങ്ങൾ ഒന്നിച്ചു കൂടിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ രോഗം ഉണ്ടായത്. ഈ രോഗത്തിന് പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവില്ലായ്മയാണ്. ഈ അറിവില്ലായ്മ എന്ന രോഗത്തിന് മരുന്ന്, നമ്മുടെ ഈ വിഷയം ഭഗവത്ഗീത ഒരു മരുന്നാണെന്നുള്ളതാണ്. അതുകൊണ്ട് പറയാണ് ഈ അറിവില്ലായ്മ എന്ന രോഗത്തിൻ്റെ മരുന്ന് അറിവ് ആണ്. അപ്പോൾ അറിവ് ഉണ്ടാകുമ്പോൾ അറിവില്ലായ്മ മാറും. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടുള്ള രോഗവും അപ്പോൾ മാറും. അതാണ് ഈ അർജുനന് സംഭവിച്ചത്. 18 അധ്യായങ്ങളിലൂടെ ഭഗവാൻ ഇത് പറഞ്ഞു തരുന്ന 18-ാമത്തെ അധ്യായം മോക്ഷ സന്യാസ യോഗത്തിൽ അർജുനൻ സമ്മതിക്കുന്നു. ഒറ്റ ശ്ലോകത്തിലൂടെ അദ്ദേഹം സമ്മതിക്കുന്നു, എനിക്കെല്ലാം മനസ്സിലായി എന്ന് ഭഗവാൻ ഒരു ശ്ലോകത്തിലൂടെ
ഗീത നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായി, അദ്ദേഹം യുദ്ധം ചെയ്തു, യുദ്ധം വിജയിച്ചു. അപ്പോൾ ഈ അറിവില്ലായ്മയാണ് ഈ രോഗം എന്ന് പറയുന്നത്. അതിനെ മാറ്റാൻ അറിവ് ഉണ്ടാവണം. അറിവുണ്ടായാലേ അറിവില്ലായ്മ മാറും. അപ്പോൾ ആ അറിവുണ്ടാവാനാണ് ഈ ഭഗവത്ഗീതയിലൂടെ നമ്മളെ ഇത്രയും കാര്യങ്ങൾ വ്യാസമഹർഷി അല്ലെങ്കിൽ ആരാണോ ഈ ഭഗവത്ഗീത എഴുതിയത് ആ ആൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. അറിവ് ഉണ്ടാവുക. അറിവ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ്. അർജുനനുണ്ടായ അറിവില്ലായ്മയാണ് യഥാർത്ഥത്തിൽ സാംഖ്യയോഗത്തിൽ കൂടി അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് പറഞ്ഞത് മരണം എന്ന സംഗതിയെക്കുറിച്ചാണ്. മരണം ഞാൻ എൻ്റെ ബഹുമാന്യരായ അല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ ഭീഷ്മ പിതാമഹനെയും എൻ്റെ ഗുരുവായ ദ്രോണാചാര്യരെയും എൻ്റെ സഹോദര തുല്യരെയും എൻ്റെ പിതൃതുല്യരെയും ഒക്കെ ആയിട്ടുള്ള ആളുകളെ എനിക്ക് കൊല്ലണ്ടേ? അത് എനിക്ക് പറ്റില്ല, എനിക്കത് പറ്റില്ല, എന്നെക്കൊണ്ട് അതിന് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ സാംഖ്യയോഗത്തിലെ 11-ാം ശ്ലോകത്തിലൂടെ അക്കാര്യം അർജുനനെ അദ്ദേഹത്തിൻ്റെ ധാരണ തെറ്റാണെന്ന് അശോച്യാനന്യ ശോചസ്ത്വം പ്രജ്ഞാവാദാഞ്ച ഭാഷസേ ഗദാസുൻ അഗദാസുൻ ച നാനുശോചന്തി പണ്ഡിത എന്ന് പറയുന്നു. അവിടെ തൊട്ടാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കാൻ തുടങ്ങിയത്. അതായത് ആരെക്കുറിച്ചാണോ നീ ദുഃഖിക്കാതിരിക്കേണ്ടത്, ആരെക്കുറിച്ചാണോ നിനക്ക് ദുഃഖം തോന്നാതിരിക്കേണ്ടത്, അവരെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു. എന്നിട്ട് നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. അത് അറിവുകേടല്ലേ? അവിടെ തൊട്ടാണ് ഭഗവാൻ ഈ അർജുനന് ഈ ഗീത ഉപദേശിക്കുന്നത്. അപ്പം അർജുനന് ഭഗവാൻ കൊടുത്തത് ഈ മരുന്നെന്ന് പറയണത് അറിവ് എന്ന മരുന്നാണ് കൊടുത്തത്. ഈ അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ അറിവ് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അറിവ് വരാത്തത്? അതിന് ഈ ഗീതയിൽ പറയും ധൂമേനാവൃയദേവഗ്നി യഥാദൃശോ മലേനജ യഥോൾവേനാവൃതോ ഗർഭസ്തഥാ തേനേതമാവൃതം ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ എന്ന് പറഞ്ഞൊരു ശ്ലോകം പറയുന്നു. അത് പറഞ്ഞു ഈ തീക്കനലിന് പുക മറയ്ക്കുന്നു, കണ്ണാടിയെ പൊടിപടലം മറയ്ക്കുന്നു, ഗർഭസ്ഥ ശിശുവിനെ മറുപിള്ള മറയ്ക്കുന്നു. അതുപോലെ നമ്മുടെ അറിവിനെ ഈ നമ്മുടെ അജ്ഞാനം മറയ്ക്കുന്നു. അതിന് കാരണം കാമരൂപേണ കൗന്ദേയ ദുഷ്പുരാണേനലേനച. ഇത് കാമരൂപേണ, കാമം അതായത് ആഗ്രഹങ്ങളാണ് നമ്മുടെ അറിവിനെ മറയ്ക്കുന്നത്. ആഗ്രഹം എന്ന് പറയുമ്പോൾ ആഗ്രഹമില്ലാത്ത ജീവിതം ഇതിന് കൊള്ളാം. ആഗ്രഹം വേണം, ആഗ്രഹമില്ലാതെ നമുക്ക് ജീവിക്കാനൊക്കില്ല. പക്ഷെ ആഗ്രഹം അത്യാഗ്രഹമായി മാറുമ്പോഴാണ് ഈ ദുര്യോധനാദികൾ ചെയ്തതുപോലുള്ള മര്യാദകേടുകൾ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളും ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അമിതമായിട്ട് നമ്മൾ ആഗ്രഹിക്കും. അത് ഫലിക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ദുഃഖമുണ്ടാകും. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നമ്മളെ അറിവിനെ മറയ്ക്കും, നമ്മളെ കണ്ണിനെ മറയ്ക്കും. നമ്മൾ ആ അറിവുകേട് നമ്മൾ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷുപജായതേ സംഘാത് സംജായതേ കാമാത് ക്രോധോ അഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നിനെ തന്നെ ആഗ്രഹിക്കാൻ, അതിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് സ്വന്തമാക്കണമെന്ന് തോന്നും. അത് സ്വന്തമാക്കാൻ നമ്മൾ ശ്രമിക്കും പല വഴികളിലൂടെയും. അത് സ്വന്തമാക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്കൊരു വലിയ വൈരാഗ്യ ബുദ്ധി നമ്മുടെ മനസ്സിൽ ഉടലെടുക്കും. ആ വൈരാഗ്യ ബുദ്ധി നമ്മൾ പ്രവർത്തനപഥത്തിൽ കൊണ്ടുവരും. അത് അവസാനം നമ്മളെ കുഴി കൊണ്ട് ചാടിക്കും. ധ്യായതോ വിഷയാൻ പുംസ എന്ന് പറയുന്ന ആ ശ്ലോകങ്ങളിൽ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ജീവിതം ദുഃഖകരമാണ്. ഈ ഭൗതിക ലോകത്തുള്ള നമ്മുടെ ജീവിതം ദുഃഖകരമാണ്.
എന്ന് ആത്മീയശാസ്ത്രം, നമ്മുടെ വേദാന്ത ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. മരണമാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഭയക്കുന്നത്. മരണത്തിനെ യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കേണ്ടതില്ല. ഇത് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ മരണം എന്ന് പറയുന്നത് നമുക്ക് എന്തോ സംഭവിച്ചു എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി വരും. ബാല്യം, കൗമാരം, യൗവനം, ജരാനര, അതൊക്കെ ഓരോ അവസ്ഥാവിശേഷങ്ങളാണ്. നമ്മൾ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് യൗവനത്തിലേക്കും കടക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കാറില്ല. ജരാനര കഴിഞ്ഞ് മരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഭയം. 90 വയസ്സായവരും 100 വയസ്സായവരും ഒക്കെ മരണത്തിനെ ഭയപ്പെടുന്നു. ആ മരണത്തിനെ ഭയക്കേണ്ട കാര്യമില്ല. അത് അറിവുകേട് കൊണ്ടാണ് നമ്മൾ മരണത്തെ ഭയക്കുന്നത്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു, അതേപോലെ മരിച്ചതിന് ശേഷവും നമ്മൾ എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ ഈ ഭൂമിയിൽ വരാൻ സഹായിച്ചതും പിന്നെ ഇവിടുത്തെ വിസ തീരുമ്പം നിനക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിടുന്നതും നമ്മളെ മുകളിലുള്ള ഏതോ ഒരു ശക്തിയാണ്. ആ ശക്തിയാണ് നമ്മൾ ഭഗവാൻ അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറയുന്നത്. ആ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് നമ്മൾ എപ്പോഴും. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ, അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭഗവത്ഗീതയിലൂടെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീത മരുന്നാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. അറിവ് ഇല്ലായ്മ കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെ അറിവ് എന്ന മരുന്ന് നമ്മുടെ ഉള്ളിൽ തന്ന് ആ രോഗത്തെ ഭേദപ്പെടുത്തുന്നു. അതാണ് ഓവറോൾ ഈ ഭഗവത്ഗീതയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഉണ്ടാകുന്നത്. ഈ ഭഗവത്ഗീത മുഴുനീളം നമ്മെ പഠിപ്പിക്കുന്നത് ഈ അറിവ് നേടുവാനാണ്. കാരണം അറിവും കർമ്മവുമാണ് ഈ പ്രപഞ്ചത്തിലുള്ള 2 പ്രധാന ഘടകങ്ങൾ. അത് നമ്മുടെ കർമ്മം ഫലം മെച്ചമായാലേ നമ്മുടെ ജീവിതം മെച്ചമാകും. അപ്പോൾ കർമ്മം മെച്ചമാകണമെങ്കിൽ നമ്മുടെ അറിവ്, ജ്ഞാനവും മെച്ചമാകണം. അപ്പം ജ്ഞാനം മെച്ചമുള്ള ഒരാളിനെ മെച്ചപ്പെട്ട കർമ്മം ചെയ്യാൻ പറ്റൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിനെ തുടർന്നുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇത് 1-2 കാര്യങ്ങളിൽ ഈ കർമ്മവും ജ്ഞാനവും അല്ലെങ്കിൽ ഭക്തിയോ അതെന്ന് പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ ഒക്കില്ല. നമ്മളെ ജീവിതത്തിൽ ഉടനീളം ബാധിക്കുന്ന കാര്യങ്ങൾ ആണ് ഭഗവത്ഗീതയിൽ ഈ 18 അധ്യായങ്ങളിലൂടെ 701 ശ്ലോകങ്ങളിലൂടെ നമ്മളെ ഗീത പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗീത പോലുള്ള ഒരു മഹാഗ്രന്ഥം നമുക്ക് കിട്ടിയത് ഒരു വലിയ പുണ്യമാണ്. ഏറ്റവും വലിയ സൈക്കോളജിക്കൽ കൃതിയാണ് എന്ന് ഗീതയെപ്പറ്റി വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലം, അതായത് അതിപ്രാചീന സൈക്കോളജിക്കൽ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയാണ്. ഈ ഭഗവത്ഗീതയിലുള്ളത് മറ്റ് എല്ലാ മനഃശാസ്ത്ര കൃതികളിലും അല്ലെങ്കിൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉള്ളൂ. അല്ലാതെ പുതുതായിട്ടൊരാശയവും ഒരു മതഗ്രന്ഥത്തിലോ ഒരു മനഃശാസ്ത്രത്തിലോ ഇല്ല. പിന്നെ ആളുകൾ തർക്കത്തിന് വേണ്ടി പലതും പറയും. ഭഗവത്ഗീത പഠിക്കാത്തവർ ഭഗവത്ഗീതയെ വിമർശിക്കും. ഇതങ്ങനെയുള്ളതാണ്, വർണ്ണം ജാതി വ്യവസ്ഥകളെ ഞാൻ കേട്ടിട്ടുണ്ട് ആളുകൾ പ്രസംഗിക്കുന്നത് വരെ. വർണ്ണത്തിനെ ജാതിയെയൊക്കെ ഇവിടെ വളർത്തിയത് ഭഗവത്ഗീതയാണ്. എന്ത് വിവരദോഷമാണ് ആളുകൾ പറയണത്. ഇത് പറയാവുന്നവർ ഇതൊന്ന് പഠിക്കട്ടെ. അത് ഞാനും വായിച്ചിട്ടുണ്ട് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ പോരാ. ഭഗവത്ഗീത വായിച്ചാൽ പോരാ, ഭഗവത്ഗീത പഠിക്കണം. ലോകമെമ്പാടും ഈ ഭഗവത്ഗീത പഠിപ്പിക്കാൻ ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇടയിൽ പോലും ഈ ഹൈന്ദവ ദർശനമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതായത് വേദാന്ത ദർശനമാണ്. ആ വേദാന്ത ദർശനത്തിലാണ് ഇന്ത്യയിലെ ഹൈന്ദവർ ജീവിക്കുന്നത്. അവർ പോലും ഈ ഭഗവത്ഗീത എന്ന ഈ മഹാകൃതിയെ അടുത്തറിയുന്നില്ല, പഠിക്കുന്നില്ല, അതിനെ പരിചിന്തനം ചെയ്യുന്നില്ല. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുഃഖകരമായ കാര്യമാണ്. ഇന്ന് ഭാരതത്തിൽ ഈ വക കാര്യങ്ങളെക്കുറിച്ച് കുറേ പ്രാധാന്യം നൽകുന്നുണ്ട്. എങ്കിലും ഭഗവത്ഗീതയെക്കുറിച്ച് കുറേ കൂടി പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജനസമൂഹത്തെ പഠിപ്പിക്കണം. ഇത് ജാതിക്കോ മതത്തിനോ ഉള്ള ഒരു പുസ്തകമല്ല, പ്രമാണമല്ല. ഒരു മതത്തിനോ വേണ്ടിയും ഇതെഴുതി തയ്യാറാക്കിയതല്ല. എല്ലാ ജാതിക്കാർക്കും എല്ലാ മതക്കാർക്കും ഒരേപോലെ വില പിടിച്ചതാണ്, ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് ഭഗവത്ഗീത. ഇത് ശാസ്ത്രമാണ്, മനഃശാസ്ത്രമാണ്. ഇത് എല്ലാവരുടെയും ജീവിതത്തിന് ഒരു തരിയെങ്കിലും ഗുണം ചെയ്യും ഈ ഭഗവത്ഗീത പഠിച്ചാൽ.
എന്നുള്ള ഈ അഭിപ്രായം, അതുകൊണ്ട് ഭഗവത്ഗീത മരുന്നാണ് എന്നുള്ള എൻ്റെ അഭിപ്രായം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നമസ്കാരം.